ഇന്നത്തെ വോട്ടെണ്ണലിൽ തീർച്ചയായും പ്രധാന ശ്രദ്ധ കേരളത്തിലായിരിക്കും. കേരളം എങ്ങനെ ചിന്തിച്ചു, കേരളം എങ്ങനെ പ്രതികരിച്ചു, കേരളത്തിൻ്റെ ജനവിധി ഏതൊക്കെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും വിശകലനങ്ങൾക്കും ഇടയാക്കും. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം. ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഉത്തമ ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. ഹലോ, ഞങ്ങളിവിടെ പാപ്പിച്ചായന്റെ വിഷമത്തിൽ പങ്കെടുത്തോണ്ടിരിക്കണേ. ബോഡി എപ്പോഴാ എടുക്കുന്നേ? എടുക്കണ്ട, കുറച്ച് കഴിയുമ്പോ താനെ എണീറ്റ് പോയിക്കോളും. ഞങ്ങള് തോറ്റേന്റെ സങ്കടം ആഘോഷിക്കുക. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. ഇങ്ങനെ വിഷമിക്കല്ലേ പാപ്പിച്ചായ? പാപ്പിച്ചായന് സെക്കൻഡ് ഇല്ലേ? സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ BJP ഓഫീസിൽ ആഹ്ലാദത്തിൽ തന്നെയാണ്, വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇത്തവണ വലിയ എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരിവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശിവപേരൂർ പട്ടണത്തിന്റെ പൊന്നോമന പുത്രന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ ഈ ക്ലബിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ എന്നോടാവശ്യപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെന്റെ നമസ്കാരം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ സത്യം പറയണ്ട, എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് നിങ്ങൾ സത്യത്തിൽ ആർക്കാ വോട്ട് ചെയ്തത്? ആർക്കാ വോട്ട് ചെയ്തത് പറ. എന്ത് വർത്താനാണ് സത്യമായിട്ട് പറയണത്? ഭയങ്കര മോശം. സംഭവിക്കുന്നത് കേരളത്തിലൊരു UDF തരംഗം എന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടാണ്ട് പോയാ ആലോചിക്കാണ്ടിരുന്നാ മതി. അതല്ല, എങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി അണ്ണൻ തോൽക്കും ഞങ്ങൾ ഫാൻസിന് സഹിക്കില്ല. ഞാൻ തോക്കേ മരിക്കും വരെ രാജാ താണ്ട. ഇവിടെ ഇപ്പൊ ഈ കളിയിൽ ജയിച്ചത് ഞാനാ. എന്ന് പറയുന്ന കഴുതകൾക്ക് 500 എണ്ണത്തിനാണ് ഉച്ചയ്ക്ക് ചോറ് വാങ്ങിച്ചു കൊടുത്തത്. എന്നിട്ട് ആ വോട്ട് എവിടെ? അല്ലാതെ നമ്മൾ കൊടുത്ത ചോറ് പൊതിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടാവോ? എന്ത് പോരായ്മ? അതിലൊരു മീൻ പൊരിച്ചുണ്ടായിരുന്നില്ല. മീൻ പൊരിച്ചു പറഞ്ഞില്ല വെച്ചിട്ട് വോട്ട് മാറ്റി കുത്ത നമുക്കിങ്ങള്. എന്തേ എന്താ ഇതിനെ വിളിച്ചത്? ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വരാം.